ശിവ അടുത്തു വരുന്നു അവൾക്ക് ഇരുവശവും കൈകുത്തി നിൽക്കുന്നുമെല്ലാം അഞ്ജലി അറിയുന്നുണ്ടായിരുന്നു. അവളുടെ ശരീരം വിറക്കാൻ തുടങ്ങി. കൈ രണ്ടും മുറുക്കി പിടിച്ച് അവൾ കണ്ണ് തുറക്കാതെ തന്നെ നിന്നു. കുറച്ച് കഴിഞ്ഞിട്ടൊന്നും സംഭവിക്കുന്നത് കണ്ട് അഞ്ജലി ഒരു കണ്ണ് പതിയെ തുറന്നു നോക്കി. അപ്പോഴും ശിവ അവൾ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടതും അഞ്ജലി വീണ്ടും കണ്ണ് ഇറുക്കി അടച്ച്. അവരാരാണെന്നറിയോ? കാമുകിയല്ലേ? ആരുടെ? തൻ്റെ. ശിവ ചോദിക്കുന്നതിന് കണ്ണുറക്കാതെ തന്നെയാണ് അവൾ മറുപടി അറിഞ്ഞത്. പെട്ടെന്നാണ് ശിവ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച്. അഞ്ജലി ഞെട്ടി കണ്ണു തുറന്നു. അവൻ്റെ മുഖത്തെ ഭാവവും സ്പർശനവുമെല്ലാം അവൾക്ക് പ്രത്യേക അനുഭൂതിയായിരുന്നു. അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞു പോകുന്ന പോലെ തോന്നി. അവൻ്റെ പിടിമുറുകാൻ തുടങ്ങിയതും അതുവരെ തോന്നാത്ത പലതും അവളുടെ ശരീരത്തിൽ അനുഭവപ്പെടാൻ തുടങ്ങി. ശരീരം തണുത്തുപോയിരുന്നു. പൈസ കൊടുത്ത അന്ന് അവരവൻ്റെ കാമുകയായിരിക്കും. ശിവ പറഞ്ഞു. അഞ്ജലി മനസ്സിലാവാത്ത പോലെ അവനെ നോക്കി. അവനവളുടെ കാതോരം ചുണ്ടുകൾ കൊണ്ടുവന്നു. അവൻ്റെ ശ്വാസം അവളുടെ മുഖത്തേക്ക് വീശി. ആ നിമിഷം അഞ്ജലി മിഴിയടച്ച്. മോശം സ്ത്രീയാണ്, അത്ര അറിഞ്ഞാൽ മതി. അവൻ്റെ താടി അവളുടെ കാതു തട്ടിയതും അഞ്ജലി അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ്റെ അടുത്ത് ഏറി നിൽക്കാൻ അഞ്ജലി ആ നിമിഷം കൊതിച്ചു പോയി. ശിവ അടുത്തുനിന്ന് വിട്ടുമാറിയിട്ടും അഞ്ജലി അതേ നിൽപ്പ് തുടർന്നു. ഉറങ്ങുന്നില്ലേ? നിലത്ത് പായിട്ട് കിടന്നോട് ശിവ ചോദിച്ചപ്പോഴാണ് അഞ്ജലിക്ക് ബോധം വന്നത്. അവൾ ഞെട്ടി അവനെ നോക്കി എന്താണെന്ന് ചോദിച്ചു. ഇവിടെ കിടക്കണോ അതോ? കമിഴി നേർന്നോട് ശിവ പറഞ്ഞു. അഞ്ജലി ഇല്ലം തലയാട്ടി മുറിയിലേക്ക് പോയി. ബെഡിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ അവളുടെ മനസ്സിൽ എന്തൊക്കെയായിരുന്നു. അതുവരെ തോന്നാത്ത പല ചിന്തകളും മനസ്സിലേക്ക് കയറിക്കൂടുന്ന പോലെ. എന്താ തനിക്ക് പറ്റിയെന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥ. അവൾ തിരിഞ്ഞു കിടന്നു. ശിവ കിടക്കുന്നുണ്ട്. അവൾ അവനെ തന്നെ നോക്കി. അവൻ്റെ മുഖത്തൂടെ അവളുടെ മിഴികൾ പാഞ്ഞുകൊണ്ടേയിരുന്നു. എത്ര തടഞ്ഞു വെച്ചിട്ടും മിഴികൾ അനുസരണയില്ലാതെ ഒഴുകി. കമിഴ്ന്നു കിടന്നുറങ്ങുന്ന ശിവയുടെ നെറ്റിയിലെ മുടിയഴകൾ കാറ്റിൽ പാറുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗി തോന്നി അവൾക്ക്. അവളുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. അടുത്ത നിമിഷം ആ ചിരി മാഞ്ഞു. ഒപ്പം കണ്ണുകൾ ഇടത് കൈയിലേക്ക് നീണ്ടു. നിതിനെന്നെഴുതിയ മോതിരത്തിലേക്ക് ഉറ്റുനോക്കി. പപ്പയുടെ ബിസിനസ് ഫ്രണ്ട് കൃഷ്ണനങ്കിളുടെ മകൻ. അമേരിക്കയിൽ IT പ്രൊഫഷൻ. എൻഗേജ്മെന്റിന് മാത്രം നേരിട്ട് കണ്ടിട്ടുണ്ട്. മോതിരം കയ്യിലടിയുമ്പോൾ മാത്രം തന്നെ നോക്കി ചിരിച്ചു. പിറ്റേന്ന് തന്നെ അമേരിക്കയിലേക്ക് പോയി. ഇടക്കുള്ള വിളികൾ, കുറച്ച് സംസാരം. അതിൽ കൂടുതലൊന്നും തനിക്ക് നിതിനെക്കുറിച്ച് അറിയില്ല, അറിയാനും ശ്രമിച്ചിട്ടില്ല. കീർത്തിയും ഗൗതവും കളിയാക്കുമ്പോൾ പോലും അവരോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ മനസ്സുറന്ന് സംസാരിച്ചിട്ട് പോലും ഇല്ലെന്ന്. പപ്പയുടെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ ഇഷ്ടം ഞാൻ മറന്നു. അല്ലെങ്കിൽ തന്നെ എൻ്റെ ഇഷ്ടം എന്താണ്? മനസ്സ് കാട് കയറി പോകുമ്പോഴും ചിന്തകൾ വഴിതെറ്റി മാറുമ്പോഴും കണ്ണുകൾ ശിവയിൽ തന്നെ തങ്ങി നിന്നു. ഉറക്കം കണ്ണിൽ വന്ന് തഴുകുന്ന അവസാന നിമിഷം വരെ അത് ശിവയിൽ മാത്രമായിരുന്നു. അഞ്ജലി ഉണരുമ്പോൾ ശിവ ഉണ്ടായിരുന്നില്ല. അവൾ പുറത്തു വന്ന് താഴേക്ക് നോക്കി. അവൻ്റെ ബൈക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. എന്തോ അവളുടെ മുഖത്ത് നിരാശ പടർന്നു. അകത്ത് കയറിയതും ടേബിളിരിക്കുന്ന ഭക്ഷണപ്പൊതിയും ഒപ്പം ഫോണും കണ്ടു. ആദ്യം തന്നെ അവൾ ഫോണെടുത്ത് ഓൺ ചെയ്തു. രമേശിനെ നമ്പർ ഡയൽ ചെയ്തെങ്കിലും കണക്റ്റ് ആയില്ല. എത്ര ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. പിന്നെ ഗൗതമിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. റിങ് ചെയ്ത ഉടനെ തന്നെ അവൻ എടുത്തു. അജു, നീ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലടാ, നീ കോളേജിലാണോ? അല്ലടി, ഞാനിന്നലെ രാത്രി വീട്ടിൽ വന്നു. അമ്മയെ കണ്ടോ നീ? നിന്നെ ചോദിച്ചു. ഞാൻ നിന്റെ ഫോൺ കേടാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ശരിടാ, ഞാൻ അമ്മയൊന്ന് വിളിക്കട്ടെ. അല്ല, നിന്റെ കിഡ്നാപ്പർ എവിടെ? അറിയില്ല, ഇവിടെ കാണാനില്ല. അഞ്ജലി ഫോൺ കട്ട് ചെയ്ത് രാധയുടെ നമ്പറിൽ വിളിച്ചു. 2 വട്ടം വിളിച്ച് കട്ടായിട്ടും ഫോൺ എടുത്തില്ല. അടുത്ത റിങ്ങിൽ തന്നെ ഫോൺ കണക്റ്റായി. അമ്മ, നീ ഇത് എവിടെയാടി? മനുഷ്യനെ തീറ്റിരിക്കാനായിട്ട് എൻ്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോ നീ. അമ്മ, ഫോൺ കേടായതുകൊണ്ട് ഞാൻ വിളിക്കാതിരുന്നു. എന്നാൽ ഗൗതമിൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചുകൂടായിരുന്നോ? സോറി അമ്മ. അല്ല അമ്മ, പപ്പ എവിടെയാ? പപ്പയും അജിയും കൂടി രാവിലെ തന്നെ പുറത്തുപോയി. എന്താ മോളെ? അഞ്ജലിയുടെ സഹോദരനാണ് അജയ്. അവളേക്കാൾ 3 വയസ്സിന് മൂത്തത്. അവന് രമേശിൻ്റെ കൂടെ ബിസിനസ് തന്നെയാണ്. രാധയോട് കുറച്ചു നേരം സംസാരിച്ച് അഞ്ജലി ഫോൺ വെച്ച് ഫ്രഷായി വന്ന് ഭക്ഷണപ്പൊതി തുറന്നു. പൊറാട്ടയും ബീഫും കണ്ടതും അവിടെ നാവിൽ കൊതിയൂറി. ഒന്നുപോലും ബാക്കി വെക്കാതെ അത് മുഴുവൻ അവൾ കഴിച്ചു കഴിഞ്ഞ് വാതിലേക്ക് നോക്കുമ്പോൾ ശിവയുണ്ടായിരുന്നു. അതിലെനിക്ക് കൂടി ഉണ്ടായിരുന്നു. അവൻ അത് പറഞ്ഞുകൊണ്ട് അകത്തേറി. അഞ്ജലി അമ്മളി പറ്റിയ പോലെ വിളിച്ചു. ഇന്നെന്താ ഓടിപ്പോകാൻ തോന്നിയില്ലേ? അഞ്ജലി ചുമൽ കുലുക്കിയില്ലെന്ന് കാണിച്ച് അവൾ എഴുന്നേറ്റ് കൈ കഴുകി തിരിയുമ്പോൾ ശിവ എന്തോ തിരയുന്നുണ്ട്. സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അവൻ തിരയുന്നത്. ഇതൊക്കെ നേരെ അടുക്കി പെറുക്കി വെച്ചാലല്ലേ തിരയുന്ന കാണൂ. ആ, അത് പറഞ്ഞപ്പോൾ ഓർത്ത്, നീ ഇവിടെ വെറുതെ ഇരിക്കില്ലേ? ഇവിടെ ഒന്ന് അടിച്ചു വാരി തുടച്ചേക്ക്. ഞാനോ? എനിക്ക് കൂടെയുള്ള പൊറാട്ട ഒന്ന് കയറ്റിയല്ലോ. അത് പിന്നെ എനിക്ക് വിശന്നപ്പോൾ. ശിവ അവളെ കനപ്പിച്ച് നോക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അഞ്ജലി ചുറ്റും നോക്കി മുഷിപ്പോടെ ചടഞ്ഞിരുന്നു. വെറുതെ അവനോട് പറയാൻ പോയതോർത്ത് അവൾ തലക്ക് കൊട്ടുകൊടുത്തു. ഹാളിലെ ഒരു മൂലയിൽ തന്നെയായിരുന്നു അടുക്കള. ഗ്യാസ് അടുപ്പും 1-2 ഗ്ലാസുകളും അല്ലാതെ പാത്രങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതിന് താഴെ കിടക്കുന്ന ചൂലെടുത്ത് അഞ്ജലി അടുപ്പിൽ കൈകുത്തി. നീയായിട്ട് ചോദിച്ചു വാങ്ങിയല്ലേ അഞ്ജു? ചെയ്തു. ഇനിയെങ്കിലും ആ കാലനോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം.
നിനക്കുള്ള പണി നീയായിട്ട് തന്നെ വാങ്ങിക്കുന്ന ഈ ശീലം മാറ്റണം. അഞ്ജലി സ്വയം പറഞ്ഞുകൊണ്ട് അടിച്ചു വാരാൻ തുടങ്ങി. ശീലമില്ലാത്തതുകൊണ്ടാവും അവൾക്ക് നല്ല ദേഷ്യവും ഒപ്പം ക്ഷീണവും തോന്നി. കുറച്ച് കഴിഞ്ഞ് അവൾക്ക് ഇതപ്പോടെ ചെയറിലിരുന്നു. ശിവ വരുമ്പോഴേക്കും ചെയ്തില്ലെങ്കിൽ അവൻ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല എന്നോർത്തും അഞ്ജലി ചാടി എഴുന്നേറ്റു. അവളെ കൊണ്ട് കഴിയും പോലെ എല്ലാം അടുക്കി വെച്ച് ഒരുവിധം ശരിയാക്കി. അവൾ കിടക്കുന്ന മുറിയെ ശരിയാക്കി. അവന്റെ ഡ്രസ്സെല്ലാം മുറിയിലെ ഷെൽഫിൽ വെച്ച്. ആദ്യം മുഷിപ്പ് തോന്നിയെങ്കിലും ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് ഉത്സാഹം തോന്നി. എല്ലാം ശരിയാക്കിയെന്ന് തോന്നി അവൾ ശ്വാസമെടുത്ത് ബെഡിലേക്ക് മറന്നു കിടന്നു. കിടന്ന നിമിഷം തന്നെ അവൾ ഉറങ്ങിപ്പോയിരുന്നു. ഉച്ച കഴിഞ്ഞ് അഞ്ജലിക്കുള്ള ഭക്ഷണമായി ശിവ വരുമ്പോൾ മുറിയുടെ അവസ്ഥ കണ്ട് അവൻ അമ്പരുന്നു. അഞ്ജലിയോട് അങ്ങനെ പറഞ്ഞെങ്കിലും ചെയ്യുമെന്ന് അവൻ കരുതിയില്ല. അവൻ അഞ്ജലിയെ നോക്കി മുറിയിൽ വരുമ്പോൾ അവൾ ഉറങ്ങുന്നത് കണ്ടു. അവളെ നോക്കി അവൻ കുടിക്കാൻ വെള്ളമെടുത്തുകൊണ്ട് ചെയറിൽ വന്നിരുന്നു. വെള്ളം കുടിക്കുമ്പോൾ അറിയാതെ കണ്ണുകൾ അഞ്ജലിയിലേക്ക് നീണ്ടതും കാറ്റിൽ പാറുന്ന അവളുടെ മുടിയകളിൽ തട്ടി അവന്റെ നോട്ടം സ്ഥാനം മാറിക്കിടക്കുന്ന അവളുടെ ടോപ്പിലേക്ക് നീണ്ടതും അവൻ വേഗം കണ്ണുകൾ പിൻവലിച്ചു. വേഗം വെള്ളം കുടിച്ച് അവൻ എഴുന്നേറ്റ് പുറത്തിറങ്ങി. അപ്പോഴാണ് ഡാനി അങ്ങോട്ട് വരുന്നത് കണ്ടത്. ശിവ അസ്വസ്ഥയോടെ നിൽക്കുന്ന കണ്ട് ഡാനി അവനെ തുറച്ചു നോക്കി. എന്താടാ ഒരു പരിങ്ങല്? ഒന്നുമില്ല, നീ പറഞ്ഞ കാര്യം ചെയ്തോ? അത് കഴിഞ്ഞോളിയാ. ആളെവിടെ? ഏതാള്? അല്ല, ഇവിടുത്തെ. നിന്റെ നോട്ടം ഞാൻ കാണുന്നുണ്ട്. അവളെ കൊണ്ടുവന്ന പോലെ പറഞ്ഞു വിടണം. അതിനിടയിൽ വേറെ എന്തെങ്കിലും നിന്റെ മനസ്സിൽ തോന്നിയാലുണ്ടല്ലോ, ഈ മുൻവശത്തെ 4 പല്ലുണ്ടാവില്ല. ഡാനി ശിവയെ നോക്കി ചിരിച്ചു. പക്ഷെ അപ്പോഴവന്റെ കണ്ണുകൾ അകത്തേക്ക് തന്നെ ആയിരുന്നു. മുറിയുടെ ജനൽ വഴി ഡാനി അഞ്ജലി കിടക്കുന്ന കണ്ടാലെന്ന് തോന്നിയതും ശിവ അവനെ തടഞ്ഞു. നീ താഴെ പോയി നിൽക്ക്, ഞാനിപ്പോൾ വരാം. ഡാനിയെ പറഞ്ഞു വിട്ട് ശിവ അകത്ത് കയറി അഞ്ജലിയുടെ അടുത്ത് പോയി. ഒരു പുതപ്പെടുത്ത് അവളുടെ ദേഹത്തേക്ക് ഇട്ടുകൊണ്ട് ശിവ പുറത്തുപോയി. ഇതൊന്നും അറിയാതെ അഞ്ജലി ഉറക്കത്തിൽ തന്നെയായിരുന്നു. സന്ധ്യ കഴിഞ്ഞാണ് അഞ്ജലി ഉണർന്നത്. ശരീരത്തിന് നല്ല വേദന തോന്നി. അവൾ എഴുന്നേറ്റ് നിന്ന് മൂരിഞ്ഞു പറഞ്ഞു. അവൾ പുറത്തേക്ക് പോയി നിന്ന് ആകാശത്തേക്ക് നോക്കി. ചുവന്ന സൂര്യനും ആകാശവും എല്ലാം കണ്ട് അവൾക്കെന്തോ സന്തോഷം തോന്നി. അപ്പോഴാണ് അങ്ങോട്ട് അമ്മു വന്നു. അമ്മു അഞ്ജലിയുടെ പിറകിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചു. അഞ്ജലി തിരിഞ്ഞെന്ന് അമ്മുവിനെ നോക്കി ചിരിച്ചു. ചേച്ചി കുളിച്ചില്ലേ? ഇല്ലടി, എനിക്ക് ഡ്രസ്സില്ല. ആണോ? എൻ്റെ ചേച്ചി കുറച്ച് ഡ്രസ്സേ ഉള്ളൂ. ഇത് മാത്രമുള്ളൂ വീട്ടിലുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇനി എന്താ ചെയ്യുക? എൻ്റെ ഡ്രസ്സ് കഴുകിയിട്ടാൽ മതിയായിരുന്നു. എന്നാലേ നമുക്ക് ശിവേട്ടൻ്റെ ഡ്രസ്സുണ്ടോ നോക്കാം. അയ്യേ, എനിക്ക് വേണ്ടാന്നു. അതിനെന്താ, ശിവേട്ടൊന്നും പറയില്ല. ചേച്ചി വാ, നമുക്ക് നോക്കാം. അമ്മു അഞ്ജലിയും വലിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. ശിവയുടെ ഡ്രസ്സെല്ലാം എടുത്തു നോക്കി. അതിൽ നിന്നൊരു ബനിയനൊരു 3/4 എടുത്ത് അമ്മു അഞ്ജലിക്ക് നേരെ നീട്ടി. അഞ്ജലി ഇത് വാങ്ങാതെ അവളെ നോക്കി. ഇതെല്ലാം പഴയതാ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഒരെന്നാലുമില്ല. ചേച്ചി വേഗം കുളിച്ചു, ഞാനിവിടെ ഇരിക്കാം. അമ്മ അവൾ ഉന്തിത്തള്ളി ബാത്റൂമിൽ കയറ്റി. കുളി കഴിഞ്ഞ് ഡ്രസ്സ് ഇടുമ്പോൾ എന്തോ അഞ്ജലിയുടെ ഹൃദയമല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് അവൾ ഇട്ടിരുന്ന ഡ്രസ്സും അവളുടെ ഡ്രസ്സെല്ലാം കഴുകി പുറത്തു കൊണ്ടുവന്ന് വിരിച്ചിട്ടു. അതെല്ലാം അവൾക്ക് പുതിയ ശീലമായിരുന്നു. പിന്നെ അമ്മുവിൻ്റെ കൂടെ പുറത്തു തന്നെ ഇരുന്നു. അമ്മുവിനോട് ഓരോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ശിവ വന്ന്. അവൻ വന്നു അഞ്ജലിയുടെ ഭാഗത്തേക്ക് മാറി നിന്നു. അവളെ നോക്കി ശിവ അകത്തേക്ക് പോയി. അമ്മൂസ, അയ്യരുടെ മസാല ദോശ തട്ടിയാലോ? അമ്മുവിൻ്റെ മുഖം വിടർന്നു. അവൾ അഞ്ജലിയെ നോക്കി പോയെന്ന് ചോദിച്ചു. അഞ്ജലി ഇല്ലെന്ന് തലയാട്ടി. ശിവേട്ടാ, ചേച്ചിയും കൊണ്ടുപോവാം. ശിവയുടെ മറുപടി ഒന്നും വരാതിരുന്നപ്പോൾ തന്നെ അഞ്ജലിക്ക് മനസ്സിലായി സമ്മതം ഉണ്ടാവില്ലെന്ന്. അഞ്ജലി അമ്മുവിനോട് പോയിക്കോയെന്ന് പറഞ്ഞ് അകത്തെ മുറിയിലേക്ക് പോയി. അമ്മുവിന് സങ്കടം തോന്നി. നീ വരുന്നുണ്ടോ? ശിവ വാതിക്കലെന്ന് ചോദിച്ചു. അഞ്ജലി എഴുന്നേറ്റുന്നു. എന്ത് മറുപടി പറയണമെന്നറിയാതെ. പോവാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ അവൻ്റെ കൂടെ പോകാൻ പേടിയും തോന്നി. വരുന്നൊക്കെ കൊള്ളാം, പക്ഷെ എനിക്ക് പണി ഉണ്ടാക്കരുത്. അവളില്ലെന്ന് തലയാട്ടി. ശിവയുടെ പുറകിൽ അമ്മുവിൻ്റെ കൈ പിടിച്ച് പോകുമ്പോൾ എന്തോ അവളുടെ ഉള്ളിൽ സന്തോഷം നിറയുന്ന അവൾ അറിഞ്ഞു. ജീപ്പിലായിരുന്നു പോകുന്നത്. ഒപ്പം കോളനിയിൽ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അവരെല്ലാം പുറകിൽ നിന്ന് അമ്മുവിനെ അങ്ങോട്ട് വിളിച്ചു. അമ്മു അഞ്ജലിയോട് പറഞ്ഞ് പുറകിലേക്ക് പോയി. അഞ്ജലി അവിടെ കൂടി ഇരിക്കാൻ വേണ്ടി പോകാൻ നിന്നു. ശിവ അവളെ തടഞ്ഞു. നീ എങ്ങോട്ടാ? മുന്നിൽ കയറി. അഞ്ജലി മടിച്ച് മടിച്ച് മുന്നിൽ കയറിയിരുന്നു. ശിവ ആരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പുറകിലെ കുട്ടികളുടെ സന്തോഷം കണ്ടതും അഞ്ജലിയുടെ മുഖത്തും പുഞ്ചിരി തെളിഞ്ഞു. അവരൊന്നും തനിക്ക് ആരുമല്ലെങ്കിലും അവരുടെ കൂടെയുള്ള യാത്ര അവൾക്ക് സന്തോഷം നൽകി. അപ്പോഴാണ് ശിവയുടെ അടുത്തേക്ക് ഡാനി വന്നത്. ഡാ, ഞാൻ വരുന്നടാ. ശിവ അവനെ കനപ്പിച്ച് നോക്കിയതും ഡാനി ദയനീയഭാവത്തോടെ ശിവയെ നോക്കി. തലകൊണ്ട് അവൻ അനുവാദം കൊടുത്തു. ഡാനി അഞ്ജലിയുടെ അടുത്തേക്ക് ഇരിക്കാൻ വേണ്ടി പോയി. അതുകൊണ്ട് അഞ്ജലി ശിവയെ നോക്കി. ഡാ, അവിടെയല്ല, പുറകിൽ. ഡാനി ശിവയെ ദേഷ്യത്തിൽ നോക്കി പുറകിലേക്ക് പോകുന്നുണ്ട്. അഞ്ജലി വാപ്പുതി ചിരിച്ചു. ശിവ കയറിയതും അഞ്ജലിയെ നോക്കി. എന്നേക്കാൾ ചേരുന്നുണ്ടല്ലോ. അഞ്ജലി മനസ്സിലാവാത്ത പോലെ നോക്കി. കാര്യം മനസ്സിലായത് അവൾ മുഖം തിരിച്ചു. ശിവ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആ സമയം അവളുടെ ചുണ്ടിൽ വിരിഞ്ഞത് നാണത്തിൽ കലർന്ന പുഞ്ചിരിയായിരുന്നു. ആ പുഞ്ചിരി ഏറെ സമയോടെ ചുണ്ടിൽ തങ്ങി നിന്നു. ഒരു ചെറിയ തട്ടുകടയിലേക്കാണ് അവർ പോയത്. ജീപ്പ് നിർത്തിയതും കുട്ടികളെല്ലാം ആവേശത്തോടെ ഇറങ്ങി. അഞ്ജലി അവർക്ക് പുറകിൽ നിന്നു. അമ്മു അഞ്ജലിയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. അവളുടെ കണ്ണുകൾ ഇടയ്ക്ക് ശിവയെ തെരഞ്ഞുകൊണ്ടിരുന്നു. ശിവ കടക്കാരോട് സംസാരിക്കുകയായിരുന്നു. അവിടെ നിർത്തിയിട്ട ബെഞ്ചിലും കസേരയിലുമെല്ലാം അവരിരുന്നു. എല്ലാവരുടെയും മുന്നിലേക്ക് ചൂട് ദോശയും ചമ്മന്തിയും കൊണ്ടുവന്ന് വെച്ചു.
ദാനിയുടെ നോട്ട് അഞ്ജലി അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ മൈൻഡ് ചെയ്തില്ല. അന്നേരമെല്ലാം മനസ്സിൽ സന്തോഷവും കണ്ണിൽ ശിവയും മാത്രമായിരുന്നു. ശിവ അവന്റെ ഭക്ഷണം വാങ്ങി അഞ്ജലിയുടെ അടുത്ത് വന്നിരുന്നു. അവനിരുന്നു അവൾക്കാകെ വെപ്രാളം തോന്നി. ശിവ അവളെ നോക്കാതെ കഴിച്ചുകൊണ്ടേയിരുന്നു. അമ്മു അഞ്ജലിയോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടാണ് കഴിച്ചത്. എന്നാൽ പകുതി പോലും അഞ്ജലി കേട്ടിരുന്നില്ല. അവൾ മറ്റേതോ ലോകത്തായിരുന്നു. എല്ലാവരുടെയും കഴിഞ്ഞതും ശിവ ജീപ്പിൽ കയറാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴാണ് അഞ്ജലിയുടെ കണ്ണുകൾ ശിവയുടെ അടുത്തേക്ക് നടന്നെടുക്കുന്ന രണ്ടുപേരിലേക്ക് നീണ്ടത്. അവരുടെ കയ്യിൽ ആയുധവും കണ്ടതോടെ അവൾ പോലും അറിയാതെ അവളുടെ കാലുകൾ ചലിച്ചു. അവർ വാൾ ശിവയുടെ നേരെ വീശാൻ തുടങ്ങിയപ്പോഴേക്കും അഞ്ജലി ശിവയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. ബാലൻസ് കിട്ടാതെ വന്നും അവനും അവളും കൂടെ മറിഞ്ഞു വീണു. ദാനി കുട്ടികളെ ജീപ്പിൽ കയറ്റി അതിലൊരാളെ തല്ലാൻ തുടങ്ങി. ശിവയുടെ താഴെ കിടക്കുന്ന അഞ്ജലി കണ്ണടച്ച് പിടിച്ചു. ഒരു നിമിഷം ശിവ അവളെ തന്നെ നോക്കി. പിന്നെ വേഗം എഴുന്നേറ്റെന്ന് വാൾ വീശിയവന്റെ കൈ പിടിച്ച് തിരിച്ചു. അഞ്ജലി എഴുന്നേറ്റെന്ന് ദേഹത്തെ മണ്ണട്ടിക്കൊണ്ട് മാറിയെന്നു. ദാനിയും ശിവയും കൂടി അവർ രണ്ടുപേരെ ഇടിച്ചു പരുവമാക്കി. അങ്ങനെ ഒരു സീൻ ആദ്യമായി കാണുന്നുണ്ടാവും. അഞ്ജലി ആവേശത്തോടെ നോക്കി നിന്നു. രണ്ടുപേരും അടികൊണ്ട് അവസരമായി നിർത്തി കിടന്നു. ശിവ കടയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുമ്പോൾ അഞ്ജലി വണ്ടിയിൽ കയറാൻ വേണ്ടി നടന്നു. പെട്ടെന്നാണ് നിർത്തിയിടുന്ന ഒരുത്തർ എഴുന്നേറ്റെന്ന് അരയിൽ നിന്ന് കത്തിയെടുത്ത് അഞ്ജലിയുടെ നേരെ തിരിഞ്ഞത്. പേടിച്ചു പോയ അവൾ ശിവയെ നോക്കി. അപ്പോഴേക്കും അവൻ അവളുടെ കഴുത്തിൽ കത്തിവെച്ചിരിക്കുന്നു. വിറക്കുന്ന ദേഹത്തോടെ അഞ്ജലി ശിവയെ തന്നെ നോക്കി നിന്നു. എന്നാൽ ശിവയുടെ മുഖത്ത് യാതൊരു പരിഭ്രമവും തോന്നിയില്ല. അതുകൊണ്ടെന്ത് അഞ്ജലിക്ക് സങ്കടം തോന്നി. താൻ ആരുമല്ലേ എന്നൊരു തോന്നി. ദാനി വാ നമുക്ക് പോവാം. ശിവ ഡാനിയെ പിടിച്ച് വണ്ടിയിൽ കയറാൻ നിന്നു. ഡാനി ശിവയും അഞ്ജലിയും മാറി മാറി നോക്കി. ശിവ ജീപ്പിൽ കയറുന്നുണ്ട്. അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ ഡാനിയോട് അടുത്തേക്ക് പാഞ്ഞു അടുത്ത് അവന്റെ കൈപ്പിടിയിൽ നിന്ന് അഞ്ജലിയെ പിടിച്ചു. അവന് വീണ്ടും ഇടിച്ച് നിലത്തേക്ക് ഇട്ടു. ഈ സമയം അത്രയും അഞ്ജലിയുടെ നിറഞ്ഞ മിഴികൾ ശിവയിൽ തന്നെയായിരുന്നു. അമ്മു ഇറങ്ങി വന്ന് അഞ്ജലിയെ പിടിച്ചുകൊണ്ട് വന്നു. മുന്നിലേക്ക് കയറാൻ നിൽക്കാതെ അഞ്ജലി അമ്മുവിന്റെ കൂടെ പുറകിൽ പോയി കയറി. അവൾ ആരോടും മിണ്ടാൻ പോയില്ല. തിരിച്ചുള്ള യാത്രയിൽ ആരുടെ മുഖത്തും സന്തോഷം തോന്നിയില്ല. എന്തോ ഒരു മൂകത. ഡാനിക്ക് ശിവയോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. കോളനിയിലെത്തിയതും അഞ്ജലി ആരെയും നോക്കാതെ വേഗം കയറിപ്പോയി. അമ്മുവിന് നല്ല സങ്കടം തോന്നി. എല്ലാവരും പോയതും ഡാനി ശിവയുടെ നേരെ തിരിഞ്ഞു. നീ എന്ത് പണിയുടെ കാണിച്ച്? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നില്ലോ? അതിനല്ലേ നീ ഹീറോയിസം കാട്ടി? ശിവ, അവൾ നിന്നെ രക്ഷിക്കാൻ വേണ്ടി നിന്നെ മാറ്റിയത്. എന്നിട്ട് നീ അവളെ രക്ഷിക്കാൻ നോക്കാതെ? അതിന് അവളെന്റെ ആരാടാ? ആരുമില്ലാത്ത ആരെയും നീ ഇതുവരെ രക്ഷിച്ചിട്ടില്ലേ? ശിവ ഉത്തരം പറയാൻ പുറത്തേക്ക് നോക്കിയിരുന്നു. ഡാനി അവനെ മനസ്സറിയാൻ ശ്രമിക്കുകയായിരുന്നു. അവൻ അവളൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അവൾ നമ്മുടെ കൂടെയുള്ളതാണെന്ന് അവരെ അറിയിക്കാതിരിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അല്ലെങ്കിൽ ഇവിടുന്ന് പോയാലും അവൾക്ക് പ്രശ്നമുണ്ടാവും. എന്താ നിന്റെ മനസ്സിൽ? എന്നോട് പറയടാ. എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണം. അല്ലെങ്കിൽ ശരിയാവില്ല. അത്രയേ ഉള്ളൂ. അത് പറഞ്ഞുകൊണ്ട് ശിവ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് എങ്ങോട്ടുമില്ലാതെ പോയി. അഞ്ജലി ബെഡിൽ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. മനസ്സിൽ സങ്കടം വന്ന് മൂടിയിരുന്നു. പക്ഷെ എന്തിന് താൻ ഇത്ര സങ്കടപ്പെടണമെന്ന് മാത്രം അവൾ ഓർത്തില്ല. തനിക്ക് ആരുമില്ലെന്ന ചിന്ത മാത്രമായിരുന്നു അവൾക്ക്. കണ്ണിൽ നിന്ന് വീഴുന്ന വെള്ളം അവളുടെ കൈത്തണ്ടിൽ തട്ടി ഒഴുകി വീണു. മുറിവിലേക്ക് ഓരോ തവണ വീഴുമ്പോഴും അത് നീറിക്കൊണ്ടിരുന്നു. രാത്രി ശിവ വരുമ്പോഴും അഞ്ജലി അതേ കിടപ്പ് തന്നെയായിരുന്നു. അവളെ നോക്കി അവൻ കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞ് വരുമ്പോഴും അഞ്ജലി മുറിൽ തന്നെ കിടക്കുന്നുണ്ട്. ശിവയ്ക്ക് എന്തോ അസ്വസ്ഥത തോന്നി. അവൻ ലൈറ്റിട്ട് അവിടെ അരികിലേക്ക് നടന്നു. അവന്റെ വര പറഞ്ഞു അവൾ കണ്ണടച്ച് കിടന്നു. ശിവ അരികിൽ വന്ന് അവളെ നോക്കി. ഉറങ്ങുകയാണെന്ന് കണ്ടതും അവൻ തിരിച്ചു പോന്നു. പോരാ നേരം അവന്റെ കണ്ണുകൾ അവളുടെ കൈത്തണ്ടിലേക്ക് നീണ്ടു. ആ നിമിഷം അവൻ നിന്നു. കത്തി തട്ടി ചെറുതായി മുറിഞ്ഞ് ചോര പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. അവളെ നോക്കി ശിവ മുറിയിൽ നിന്നും പോയി. കുറച്ചു കഴിഞ്ഞ് അവൻ ഓയിൻമെന്റ് എടുത്തുകൊണ്ട് വന്ന് മുറിവിൽ തേച്ചു കൊടുത്തു. അതെല്ലാം അറിയുന്ന അഞ്ജലിയുടെ മനസ്സിൽ അത്രയും നേരത്തെ സങ്കടമില്ല എങ്ങോ പോയി. ശിവ ലൈറ്റ് ഓഫ് ചെയ്തു പോയതും അഞ്ജലി കണ്ണു തുറന്നു. അവൻ പുരട്ടിയ മരുന്നിലേക്ക് നോക്കി. ചുണ്ടുകൾ വിടർന്നു. പതിയെ ചെരിഞ്ഞു കിടന്ന് അവൻ കിടക്കുന്നിടത്തേക്ക് നോക്കി. ശിവ ടി വി കണ്ട് കിടക്കുകയായിരുന്നു. അവനെ തന്നെ നോക്കി അവളും കിടന്നു. താൻ കേട്ടറിഞ്ഞ ശിവ ഇതല്ല. നാട്ടിൽ ആക്രമണം അയച്ചു വിടുന്നു. പെൺകുട്ടികളുടെ മാനത്തിന് വില പറയുന്നു. കള്ളും കഞ്ചാവും മയക്കുമരുന്ന് എല്ലാം ഉപയോഗിച്ച് പല രാത്രികൾ പല സ്ത്രീകളുടെ കൂടെ അന്തിയുറങ്ങുന്ന ശിവ. പക്ഷേ ഈ 3 ദിവസത്തിൽ ഒരിക്കൽ പോലും ആ ശിവയെ താൻ കണ്ടിട്ടില്ല. തെറ്റായ ഒരു നോട്ടം പോലും നോക്കാത്ത ഇവനെയാണോ എല്ലാവരും മോശമെന്ന് പറയുന്നത്? അമ്മ പറയുന്ന പോലെ ശിവ എല്ലാവർക്കും ഇഷ്ടമാണ്. ചുണ്ടിൽ ചിരിയോടെ അഞ്ജലി ഓർത്തു കിടന്നു. അന്നേരം അവളുടെ മനസ്സിൽ മറ്റൊന്നിനും സ്ഥാനമില്ലായിരുന്നു. അവിടെ നിന്നും പോകണമെന്നോ ഒരിക്കൽ പോകുമെന്നൊന്നും ഓർക്കാതെ അവൾ ഓർക്കാൻ ഇഷ്ടമുള്ള മാത്രം ഓർത്തു. അതിൽ അവൾക്ക് പ്രിയപ്പെട്ടതായി ഒന്ന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ശിവ. പിറ്റേന്ന് അഞ്ജലിയുടെ ഫോണിലേക്ക് രമേശിന്റെ കോൾ വന്നു. രാവിലെ മുറിയിൽ ഇരിക്കുമ്പോഴായിരുന്നു രമേശ് വിളിച്ച്. അവൾ അപ്പോഴാണ് ഫോൺ ഓൺ ചെയ്ത് വെച്ചത്. ഫോൺ എടുക്കുമ്പോൾ അഞ്ജലിയുടെ ഹൃദയം എന്തെന്നില്ലാതെ പിടക്കുന്നുണ്ടായിരുന്നു. മോളെ അഞ്ജു. ആ പപ്പ. മോൾക്ക് പപ്പയോട് ദേഷ്യം ഉണ്ടാവില്ലേ? പപ്പക്ക് കാശിനേക്കാൾ വലുത് മോള് തന്നെയാ. ഞാൻ മോളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു. അഞ്ജലിയുടെ മനസ്സ് രമേശ് തന്നെ കൊണ്ടുപോകുന്ന കാര്യം മാത്രം പറയുന്നതെന്ന് പ്രാർത്ഥിച്ചു. ആ നിമിഷം അവൾ അതാണ് ആഗ്രഹിച്ചത്. നാളെ തന്നെ പപ്പ മോളെ കൊണ്ടുവരാൻ വരും.
ഞാൻ ശിവയുടെ എല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. മോള് വിഷമിക്കണ്ട. എന്താ നീ ഒന്നും മിണ്ടാത്ത്? ഏയ് ഒന്നുമില്ല പപ്പ. രമേശ് ഫോൺ വെച്ചു അഞ്ജലി മൂകമായിരുന്നു. കാലുകുത്തി വെച്ച് മുഖം അതിൽ ഒളിപ്പിച്ചു വെച്ചു. തന്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുന്ന ആരുമില്ലെന്ന് അവൾക്ക്